ഹായ് സ്റ്റുഡൻസ്, +1 അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തികച്ചൊരു ആമുഖം മാത്രമാണ്. അത് വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ ക്ലാസ് കിട്ടിയതിന് ശേഷം ഞാനതൊന്ന് ഔപചാരികമായി തുടങ്ങിയെന്ന് മാത്രം. നമുക്കിനി എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീപ്പായിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാനൊരു പുതിയ പേര് പരിചയപ്പെടുത്താം. ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. അയാളുടെ പേരാണ് ലൂക്ക പാഷ്യോളി. ഹീ ഈസ് കോൾഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈ ലൂക്ക പാഷ്യോളി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയനാണ്. അദ്ദേഹം ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊരു ബുക്സ് തയ്യാറാക്കിയത് 1494 ആദ്യമായിട്ട്. 1494 ആണ് അദ്ദേഹം ആദ്യമായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ബേസ് അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം പഴക്കമുണ്ട് നമ്മുടെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിന് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ലൂക്ക പാഷ്യോളി ഈസ് ആൻ ഇറ്റാലിയൻ. അയാളാണ് ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ബുക്ക് എഴുതിയത് 1494. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫോർമലായിട്ട് മുന്നോട്ട് പോവാം. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, റോൾ ഓഫ് അക്കൗണ്ടിങ്, ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്റർ 1 നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തിയറി അല്ല, നമുക്ക് പ്രോബ്ലങ്ങളാണ്. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു അടിസ്ഥാനം അത് പെട്ടെന്ന് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, പ്രോബ്ലത്തിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് നമുക്ക് വേഗം ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകാം. സംശയങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഇന്നലെ നമ്മൾ മീനിങ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ടു ദി ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കലയാണെന്നും ആ കല എന്താണ് ആ കല എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് നമ്മൾ പറഞ്ഞത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഏതൊരു ബിസിനസ്സിലെയും എക്കണോമിക് ഇവൻറ്റ്സ്, ട്രാൻസാക്ഷൻസ്, അതായത് പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഇടപാടുകളെ റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ തരംതിരിക്കുക, സമ്മറൈസ് ചെയ്യുക, അതിനെ ചുരുക്കിയെടുക്കുക, പിന്നെ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, പിന്നെ വിശകലനം ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ നിഗമനങ്ങളിലേക്ക് എത്തുക. ഇത്രയും എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ട് താല്പര്യമുള്ള ആവശ്യക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതുകൂടി ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് identifying, measuring, recording and communicating the required information relating to the economic event of an organization to the interested users of such information. The same അതേ കാര്യം തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ് ഓഫ് അവിടെ ഐഡന്റിഫൈയിങ്, മെഷറിങ്. അവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എക്കണോമിക് ഇവന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. എന്ന് വെച്ചാൽ അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ അല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അത് മെഷർ ചെയ്യണം, അതിന്റെ വാല്യൂ, മോണിറ്ററി വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താം. എന്നിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. റെക്കോർഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ആ റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഫുള്ള് വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. പിന്നെ ആ റിസൾട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അതാർക്കാണ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ ഈ രണ്ട് ഇതിലും അക്കൗണ്ടിങ്ങിന്റെ മീനിങ് നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഔപചാരികമായ നിർവചനം, അതാരാ തന്ന്, അതെന്താണ് പറയുന്നത് എന്ന് നോക്കാം. അല്ലേ, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഇത് എല്ലാ കുട്ടികളും കാണാതെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്, മനസ്സിലാക്കി കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. അത് തന്നിരിക്കുന്നത്, ഈ ഡെഫിനിഷൻ, നിർവചനം തന്നിരിക്കുന്നത് AICPA എന്ന് വെച്ചാൽ ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അപ്പോൾ പിന്നെ അത് അക്കൗണ്ടൻസിന്റെ ഒരു അസോസിയേഷനാണ്. അവർ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, AICPA എന്ന് പറയുന്ന ആ അക്കൗണ്ടൻസിന്റെ അസോസിയേഷൻ, സംഘടന, അവരെങ്ങനെയാണ് അക്കൗണ്ടിങ്ങിനെ നിർവചിച്ചിരിക്കുന്നത് വെച്ചാൽ, ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്
in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof എന്നാണ്. ഇനി നമ്മൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഇതിൽ തന്നെ ഓരോ വാക്കുകളായിട്ട് ചർച്ച ചെയ്യും. എന്നാലും നമുക്ക് ഓരോ വാക്കുകളായിട്ട് തന്നെ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ആസ് ദ ആർട്ട്. അക്കൗണ്ടിങ് ഇവരും പറയുന്നത് എന്താണ്, അതൊരു കലാപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, രേഖപ്പെടുത്തലുകൾ. ക്ലാസിഫൈങ് പറഞ്ഞു, അതിന് എന്താ പറയുക, തരംതിരിക്കൽ. സമ്മറൈസിങ്, അതിനെ ചുരുക്കിയെടുക്കുക. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, ഇതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കൃത്യമായ അതിന് അതിൻ്റെതായ രൂപവും ഭാവവും കോളങ്ങളും കള്ളികളും അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിഗ്നിഫിക്കന്റ് മാനർ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, അതവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ്. ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം. അല്ലാതെ ഇത്ര കിലോ എന്നോ ഇത്ര സൈസ് എന്നോ ഇത്ര വെയിറ്റ് എന്നോ അതൊന്നും അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഏത് രൂപത്തിൽ ഏത് മെഷറിലാണ് ഉപയോഗിക്കേണ്ടത്, ഇൻ ടേംസ് ഓഫ് മണി. ഇനി എന്തൊക്കെയാണ് ഈ റെക്കോർഡ് ചെയ്യേണ്ടത്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, കൊടുക്കൽ വാങ്ങലുകളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി ആ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണെന്ന് അവിടെ പറയുന്നു, ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ്. ആ ട്രാൻസാക്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ഭാഗമെങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക ഇടപാടുകൾ എന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മോണിറ്ററി വാല്യൂ. ഒരു പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പണത്തിലേക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമായിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. ഇത്രയും ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, വിശകലനം കൂടി ചെയ്യുകയാണെങ്കിൽ അത്രയും പ്രോസസ്സിനെയാണ് എന്ന് പറയാം അക്കൗണ്ടിങ് എന്ന് പറയുക. അപ്പൊ നോക്കി നോക്കൂ, ഇവിടെ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ ആ ഡെഫിനിഷന് എങ്ങനെ ഒന്നുകൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാമെന്ന് നോക്കാം. ഞാൻ ആദ്യം ആ ഡെഫിനിഷൻ ഒന്നുകൂടി വായിക്കുന്നു. The American Institute of Certified Public Accountants had defined accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. അപ്പൊ നോക്കാം, നമുക്ക് താഴ്ന്ന് അങ്ങോട്ട് നോക്കാം. അവിടെ ട്രാൻസാക്ഷൻസ് തൊട്ട് നമുക്ക് മലയാളത്തിലേക്ക് പറയാം. ഭാഗികമായെങ്കിലും പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ട്രാൻസാക്ഷനുകളെ ഒരു പ്രത്യേക രീതിയിൽ കലാപരമായി റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അതിനുശേഷം അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് ഞാനതിനെ മലയാളീകരിച്ച് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ആ രൂപത്തിലേക്ക് ആ റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് അതെല്ലാം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിലേക്ക് അത് പറയാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ രേഖപ്പെടുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഇടപാടുകൾ, ട്രാൻസാക്ഷൻ, അത് പണത്തിലേക്ക് അല്ലെങ്കിൽ പണപരമായ എക്കണോമിക് ട്രാൻസാക്ഷൻ, എക്കണോമിക് ഇവന്റ്സിനെ സിസ്റ്റമാറ്റിക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അത് ആ കലാപരമായിട്ട് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതിനുശേഷം അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടോട്ടൽ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതില് ഓരോന്നായിട്ട് ആ അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് പഠിക്കാം. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ആ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആ നിർവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ നിർവചനം ഒന്നും കൂടി എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കിയെടുക്കാനും കഴിയും. അപ്പൊ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്താണ്, എന്തൊക്കെയാണ് ഒരു സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, അതിൽ ആദ്യത്തെ പറയുന്നു റെക്കോർഡിങ്. ഇത് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, പ്രോഫിറ്റ് മേക്കിംഗ് ഓർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് എന്തോ ആയിക്കോട്ടെ, ആ ബിസിനസ് സ്ഥാപനത്തിലെ ഓരോ എക്കണോമിക് ഇവന്റുകളും അല്ലെങ്കിൽ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനുകളും, ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ഓരോ ബിസിനസ് ട്രാൻസാക്ഷനുകളും ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുകയാണെന്നുള്ളതാണ്, ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇറ്റ് ഈസ് ഒറിജിനലി ഡൺ ഇൻ എ ബുക്ക് കോൾഡ് ജേണൽ. അപ്പോ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യേണ്ടത് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് ഒരു ബുക്ക്, ആ ബുക്കിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ റെക്കോർഡിംഗ് ആണ് ഒന്നാമത്തെ എന്തെന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആദ്യം ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ റെക്കോർഡിംഗ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് വീഡിയോ പിന്നെ ഓരോ ചില തടസ്സങ്ങൾ വരുമ്പോൾ എനിക്കൊന്ന് ഇടയ്ക്ക് പോസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ എന്തായാലും റെക്കോർഡിംഗ് ഒന്നും കൂടി പറയുന്നു. ബിസിനസ്സിലുള്ള വലുതോ ചെറുതോ ആയിട്ടുള്ള ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും പണപരമായിട്ടുള്ളത് ആദ്യമായിട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തുക എന്നതാണ് റെക്കോർഡിംഗ്. അത് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ജേണൽ. അപ്പൊ ഈ ജേണൽ അതായിരിക്കും ഇനി +1 അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഓരോ സ്ഥാപനങ്ങളുടെ ട്രാൻസാക്ഷൻ തരും, നിങ്ങളോട് അത് ജേണലിലേക്ക് രേഖപ്പെടുത്താൻ പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ കയ്യിൽ ജേണൽ ഇല്ലല്ലോ. അപ്പൊ ജേണലിന് കൃത്യമായ ഒരു രൂപമുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് അതിന്റെ കോളങ്ങൾ എന്നുള്ളത്. ആ കോളങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ ജേണലിന്റെ പോലെ വരച്ചിട്ട് ആ ഓരോ ട്രാൻസാക്ഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ജേണലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അതിന് അതിൻ്റെതായ ചില രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട്. അത് നമ്മൾ ജേണൽ പഠിക്കുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ റെക്കോർഡിംഗ്. It is concerned with recording of transactions of financial character in a systematic manner. It is originally done in a book called journal. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത ഫംഗ്ഷൻ ക്ലാസിഫൈ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ക്ലാസിഫൈ. അപ്പൊ ഒന്ന് ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ബിസിനസ് വലുതോ ചെറുതോ ആയിക്കോട്ടെ, ഏതൊരു ട്രാൻസാക്ഷനും ആദ്യം എഴുതുന്നത് ഏത് ബുക്കിലാണെന്നാണ് പറഞ്ഞത്, ജേണലിലാണെന്ന് പറഞ്ഞു. അപ്പോ ഒരു ശരാശരി ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും 100-ൽ കൂടുതൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം സംഭവിക്കാം. ആ ട്രാൻസാക്ഷൻസ് മുഴുവൻ ജേണലിലേക്ക് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ ഡേറ്റ് വൈസ് അല്ലെങ്കിൽ ഓൺ ദി ബേസ് ഓഫ് ഒക്കറൻസ് സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതലാണ് സാധാരണ പതിവ്. അപ്പോ ഒരു ദിവസം ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ ഏതായിരിക്കും, സെയിൽസ് ആയിരിക്കും വരിക. അപ്പോൾ ഓരോ സെയിൽസും അത് 5 രൂപയുടെ 10 രൂപയുടെ 100 രൂപയുടെ 1000 രൂപയുടെ 5000 രൂപയുടെ ഏത് തരത്തിലുള്ള സെയിൽസ് വന്നാൽ പോലും അത് ആദ്യം ജേണലിലേക്ക് താഴേക്ക് എഴുതി വെക്കണം. അതിനിടയ്ക്ക് പർച്ചേസ് ട്രാൻസാക്ഷൻ എഴുതേണ്ടി വരും, സാലറി, വേജ്, അങ്ങനെ ഏത് ട്രാൻസാക്ഷൻ സംഭവിച്ചാലും അത് ജേണലിലേക്കാണ് എഴുതുക. അപ്പൊ ഈ ജേണല് ഒരാഴ്ച കഴിഞ്ഞെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഡേറ്റ് വൈസ് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനം അതിലെ ഉടമസ്ഥൻ വന്നിട്ട്, അക്കൗണ്ടന്റ് മാനേജേഴ്സ് ആണ് സ്ഥാപനം മാനേജ് ചെയ്യുന്നത്, ഉടമസ്ഥൻ സ്ഥലത്തില്ല, അയാൾ ദൂരെ എവിടെയാണ്. അയാൾ ഒരാഴ്ച പിന്നെ ബിസിനസ് സ്ഥാപനത്തിൽ വന്നിട്ട് അക്കൗണ്ടന്റ്, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു കഴിഞ്ഞ വീക്കിലെ സെയിൽസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജേണൽ എടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഡേറ്റ് വൈസ് കുറെ പേജുകളിലായിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ സെയിൽസ് എത്രയെന്നോ, ടോട്ടൽ പർച്ചേസ് എത്രയെന്നോ, ടോട്ടൽ വേജ് എത്രയെന്നോ, ടോട്ടൽ സാലറി എത്രയെന്നോ ജേണൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ത്, ക്ലാസിഫൈയിങ്. ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ജേണലിലെ ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷനെ വേറൊരു സ്ഥലത്തേക്ക് ഒന്നും കൂടി മാറ്റി എഴുതുക. അങ്ങനെ മാറ്റി എഴുതാൻ വേറൊരു ബുക്കാണ് ഉപയോഗിക്കുക. ആ ബുക്കിന് പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയും. ആ ലെഡ്ജർ എന്ന് പറയുന്ന തടിച്ച ബുക്കില് ഓരോ പേജുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആ പേജുകൾ ഓരോന്നും ഓരോ അക്കൗണ്ടുകളായിരിക്കും. അപ്പൊ ഈ പേജുകളിലേക്ക് ഈ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിലേക്ക് സമാന രൂപത്തിലുള്ള ട്രാൻസാക്ഷൻ വെവ്വേറെ മാറ്റി എഴുതും. അപ്പൊ സെയിൽസ് എല്ലാം ആ ലെഡ്ജറിലെ സെയിൽസ് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്നു. പർച്ചേസ് എല്ലാം പർച്ചേസ് എന്നുള്ള ഒരു ഹെഡില് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മാറ്റി എഴുതുന്നു. വേജസിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എഴുതുന്നു.
പിന്നെ സാലറിയിലേക്ക് എഴുതുന്നു. അങ്ങനെ ഓരോ ഇവന്റുകളും ഓരോ ട്രാൻസാക്ഷനും ഓരോ തരം ട്രാൻസാക്ഷനും ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്ത് മാറ്റി എഴുതി വെക്കുന്നു. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇതേ പറഞ്ഞ പോലെ ഉടമസ്ഥൻ വന്നിട്ട് ഈ ആഴ്ചയിൽ സെയിൽസ് എത്ര, ആ ലെഡ്ജർ മറിച്ച് നോക്കി സെയിൽസിന്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അത്ര രൂപയുടെ സെയിൽസ് ഇതുവരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ജേണൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വഴിയില്ല, നമുക്ക് സമ്മറി കിട്ടില്ല. അതിലെല്ലാ ട്രാൻസാക്ഷനും ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ, അത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി, തരംതിരിക്കാൻ വേണ്ടി മറ്റൊരു ബുക്ക് ഓപ്പൺ ചെയ്യും. ആ ബുക്കിന്റെ പേരാണ് ലെഡ്ജർ എന്ന് പറഞ്ഞു. ആ ലെഡ്ജറിലേക്ക് എഴുതുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസിഫൈയിങ് എന്ന് പറയും. അപ്പൊ നോക്കൂ, ക്ലാസിഫൈയിങ് ദിസ് ആക്ടിവിറ്റി ഓഫ് ബ്രിങ്ങിങ് ടുഗദർ ദ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദി ബുക്ക് കോൾഡ് ലെഡ്ജർ. നോക്കൂ, ദിസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ക്ലാസിഫൈയിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി അതെന്താ ചെയ്യുന്നത്, ബ്രിങ്ങിങ് ടുഗദർ ദ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. ജേണലിലുള്ള ഒരേ തരത്തിലുള്ള ഒരേ സ്വഭാവത്തിലുള്ള ഇടപാടുകളെ ഒരു സ്ഥലത്തിലേക്ക് മാറ്റി എഴുതുക എന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എഴുതുന്ന ബുക്കിന്റെ പേരെന്താണെന്നാ പറഞ്ഞത്, ഇതിനെ പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. ജേണലില് ട്രാൻസാക്ഷൻ, അത് ഏത് ട്രാൻസാക്ഷൻ എന്നതിൽ ഏതൊരു ട്രാൻസാക്ഷനും സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് എഴുതി പോവുകയായിരിക്കും ചെയ്യുക. ജേണൽ ഒരു ബുക്ക് തന്നെയാണ്. ആ ജേണലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അതിന് ഒരു പർട്ടിക്കുലർ ഐറ്റം അതിന്റെ ടോട്ടൽ എത്രയാണെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരേ തരത്തിലുള്ളതിനെ വേറൊരു ബുക്കിലേക്ക് പിന്നെ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടന്റ് ഓരോ ദിവസത്തെ ട്രാൻസാക്ഷനും ജേണലിലേക്കാണ് ആദ്യം എഴുതുക. പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് എഴുതുന്നത്, ലെഡ്ജറിലേക്ക് എഴുതുന്നത്. പിന്നെ നിങ്ങളോട് ഞാൻ ആഴ്ച പറഞ്ഞു, മാസം എന്ന് പറഞ്ഞു. എല്ലാ ബിസിനസിന്റെയും കണക്കുകൾ ക്ലോസ് ചെയ്യുന്നത് ഒരു വർഷം കണക്കാക്കിയിട്ടാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള അക്കൗണ്ടിങ് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള സെക്കൻഡ് ചാപ്റ്ററിൽ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ ആ പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ പറയാനുണ്ട്. ആ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷമാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, കണക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവിടെ കൂടുതൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്യേണ്ടത് ജേണലിലേക്കാണ്. രണ്ടാമത് ചെയ്യേണ്ടത് അതിനെ ഒരേ തരത്തിലുള്ളതിനെ എടുത്ത് മാറ്റി എഴുതുക. അതിന് ക്ലാസിഫൈയിങ് എന്ന് പറയും. ആ ക്ലാസിഫൈയിങ് ചെയ്യുന്ന ബുക്കിന്റെ പേര് ലെഡ്ജർ എന്നാണ്. അപ്പൊ നിങ്ങൾ ലെഡ്ജറിൽ ഓരോ പേജും അക്കൗണ്ട് എന്നാണ് അറിയപ്പെടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ അക്കൗണ്ട് വരച്ച് ജേണൽ നോക്കി ലെഡ്ജറിലേക്ക് എഴുതേണ്ടി വരും. അപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞു, ക്ലാസിഫൈയിങ് കഴിഞ്ഞു. എങ്കിൽ അടുത്ത ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കാം. സമ്മറൈസിങ്. ഇവിടെ സമ്മറി, നമുക്ക് ഒരു വർഷത്തെ ചിലപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനിൽ നിന്ന് അതിന്റെ ബ്രീഫ് സമ്മറി, ലാഭം എത്ര, നഷ്ടം എത്ര ടോട്ടൽ ആസ്തികൾ എത്രയുണ്ട്, ടോട്ടൽ ലയബിലിറ്റികൾ എത്രയുണ്ട്, ഇങ്ങനെ ഏറ്റവും സമ്മറി ആയിട്ട് ഫിഗർ അങ്ങോട്ട് മാറ്റിയെടുക്കണമെങ്കിൽ ഈ ജേണൽ നോക്കിയാലോ ലെഡ്ജർ നോക്കിയാലോ നടക്കുന്നതല്ല. അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അതിനു വേണ്ടി ചില സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കണം. ആ സ്റ്റേറ്റ്മെന്റുകളുടെ പേര് ഞാൻ ഇവിടെ നിന്ന് പരാമർശിക്കുന്നു. ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കും. എന്താണ് അതൊക്കെ നിങ്ങൾക്ക് പിന്നെ പഠിക്കും. അത് പ്രകാരം ഞാൻ പറഞ്ഞു, ഒരു ബിസിനസിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള പീരീഡ് എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ആ ഒരു വർഷം ഒരു സാമ്പത്തിക വർഷം എന്നാ പറയാ. സാമ്പത്തിക വർഷം പിന്നെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യാറുള്ളത്. അത് ജനുവരി മുതൽ ഡിസംബർ 31 വരെയും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇനി പ്രോഗ്രാമുകളൊക്കെ തരുമ്പോൾ അത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ടായിരിക്കും, എന്ന് തുടങ്ങി എന്ന് അവസാനിക്കുന്നു. അത് ചിലപ്പോൾ ജനുവരി മുതൽ ഡിസംബർ 31 വരെ ആയിരിക്കാം, ചിലത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള 12 മാസമായിരിക്കാം. യൂഷ്വലി എന്താണ്, ഏപ്രിൽ 1. സാധാരണ ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകളും ചെയ്യുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള അക്കൗണ്ടിങ് പീരീഡുകളാണ് ഫോളോ ചെയ്യാറുള്ളത്. കാരണം അത് എന്തിനാണ് അങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിലേക്ക് ടാക്സും മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടതും രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടതും ആ പീരീഡിലെ ആണ് ഗവൺമെന്റ് ആവശ്യപ്പെടുക.
ഗവൺമെന്റ് അതോറിറ്റീസ് ആവശ്യപ്പെടുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരേക്കുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പീരീഡ് ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഇനി സമ്മറൈസിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് സമ്മറിയാണ് ഓരോരുത്തർക്കും വേണ്ടത്. അല്ലാതെ ഒരു വർഷത്തെ ചിലപ്പോൾ വലിയ ബിസിനസ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടായിരിക്കും ജേണലില്. അത് ലെഡ്ജറിലേക്ക് അത്രയും തന്നെ ലെഡ്ജറിലേക്ക് അത്രയും പോസ്റ്റിംഗും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ഞാൻ പോസ്റ്റിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അതെന്താണെന്ന് പറയാം കേട്ടോ. ജേണലിലേക്ക് എഴുതുന്നു, അത് ജേണൽ നോക്കി ലെഡ്ജറിലേക്ക് എഴുതുന്നു. അപ്പൊ ലെഡ്ജർ നോക്കിയാലും നമുക്കൊരു സമ്മറി കിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി വർഷാവസാനം നമ്മൾ വീണ്ടും ചില സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കണം. ആ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് ട്രയൽ ബാലൻസ് എന്നും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും ബാലൻസ് ഷീറ്റ് എന്നും 3 സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊരു അക്കൗണ്ട് ആണ്, ബാലൻസ് ഷീറ്റ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും തയ്യാറാക്കി കഴിയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ആ സ്ഥാപനത്തിലെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് എത്ര, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്ര, ടോട്ടൽ അസറ്റ് എത്ര, ടോട്ടൽ ലയബിലിറ്റി എത്ര എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, പ്രസന്റേഷൻ ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ മാനർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദ യൂസേഴ്സ്. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉപയുക്തമാകുന്ന രൂപത്തിൽ, മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ക്ലാസിഫൈഡ് ഡാറ്റയെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സമ്മറൈസിങ് എന്ന് പറയുക. നോക്കിയാൽ മനസ്സിലാവണം അതിലെ ലാഭം എത്ര, നഷ്ടം എത്ര, എത്ര രൂപയുടെ ആസ്തിയുണ്ട്, എത്ര രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ പ്രസന്റ് ചെയ്യുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സമ്മറൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആര് ചെയ്യുന്നതാണ്, ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് അതല്ലെങ്കിൽ അക്കൗണ്ടന്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങളും ചെയ്യേണ്ടത് ആദ്യം ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യണം, പിന്നെ ക്ലാസിഫൈ ചെയ്യണം, പിന്നെ സമ്മറൈസ് ചെയ്യണം. അപ്പോൾ സമ്മറൈസിങ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു വിശകലനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഈ വർഷത്തെ ലാഭം കിട്ടി. അപ്പൊ നിങ്ങൾ അതിനെ ശരിക്കും പഠിക്കുന്നു. എത്രയാണ് ലാഭം, എത്രയാണ് പിന്നെ ആ ലാഭത്തിൽ വന്ന ഓരോ ഇൻകങ്ങൾ എത്ര, എക്സ്പെൻഡിച്ചറുകൾ എത്ര എന്നൊക്കെ നോക്കി മനസ്സിലാക്കുന്നു. പിന്നെ ആസ്തികൾ എത്ര, ബാധ്യതകൾ എത്ര എന്ന് നോക്കി മനസ്സിലാക്കുന്നു. ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ലാഭം ഇത്രയായിരുന്നു, ഈ വർഷം ഇത്രയാണ് എങ്കിൽ നമ്മൾ ഗ്രോത്തിലേക്ക്, ഉയർച്ചയിലേക്കാണ് പോകുന്നത്. അതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ലാഭം ഈ വർഷം കുറവാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ലാഭം കുറയാൻ സംഭവിച്ചത്, അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇത്തരത്തിൽ നോക്കി മനസ്സിലാക്കി വിശകലനം ചെയ്ത് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നതാണ് എന്തെന്ന് പറയുന്നത്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. അതിന് അക്കൗണ്ടിങ്ങിന് തന്നെ കുറെ ടൂളുകളൊക്കെ ഉണ്ട്. ആ ടൂളുകൾ അതൊന്നും ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ഉയർന്ന തലങ്ങളിലേക്ക് പഠിക്കുന്തോറും നിങ്ങൾക്ക് ആ അക്കൗണ്ടിങ് അനാലിസിസിന്റെയും ഇന്റർപ്രിട്ടേഷന്റെയും ടൂളുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ നോക്കൂ, മേക്ക് എ മീനിങ് ജഡ്ജ്മെന്റ് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഇറ്റ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ. നോക്കൂ, ഈ അനാലിസിസിലും ഇന്റർപ്രിട്ടേഷനിലും എന്താ ചെയ്യുന്നത്, ഈ റെക്കോർഡഡ് ഡാറ്റ, സമ്മറൈസ്ഡ് ഡാറ്റ, ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത ഡാറ്റയെ എന്ത് ചെയ്യുന്നു, മേക്ക് എ മീനിങ് ജഡ്ജ്മെന്റ് ഓഫ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ആ സ്ഥാപനത്തിന്റെ ലാഭം പ്രോഫിറ്റബിലിറ്റി, പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി, ഇതിനെക്കുറിച്ചൊരു മീനിങ് ജഡ്ജ്മെന്റിലേക്ക് എത്തുക. നമ്മളിപ്പോൾ നല്ല ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പൊസിഷൻ ക്ലിയർ ആണ്. അതല്ല, നമ്മുടെ വർക്കിങ്ങിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ലാഭം കുറഞ്ഞിട്ടുണ്ട്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുക. അത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് നടത്തുക എന്നതാണ് ഏത് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയ ഈ പറയുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ കിട്ടിയ ഡാറ്റയെ എന്ത് ചെയ്യുന്നു, അതിന്റെ പ്രാധാന്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഏതില്, ഈ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഫംഗ്ഷനിൽ. ഇനി എങ്കിൽ അടുത്തത് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത് ലാസ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അക്കൗണ്ടന്റ് ചെയ്തു, റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, അനലൈസ് ചെയ്തു, ഇന്റർപ്രിറ്റ് ചെയ്തു. നീ ഡാറ്റ എന്ത് ചെയ്തിരിക്കണം, ആവശ്യക്കാരന് അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ളത് അവരെ അത് എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. നോക്കൂ, കമ്മ്യൂണിക്കേറ്റിംഗ്. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഇറ്റ്സ് എൻഡ് യൂസേഴ്സ് ഇൻ ടൈം.
ഇനി ആരൊക്കെയാണ് ആ യൂസേഴ്സ് എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടെന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടെന്നും ഇന്റേണൽ യൂസേഴ്സ് ഇന്ന ആളുകളാണെന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് ഇന്ന ആളുകളാണെന്നും നമ്മൾ എന്ത് ചെയ്യും പഠിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ ബിസിനസിന്റെ ഇൻഫോർമേഷൻ ആവശ്യക്കാരന് നമ്മൾ എന്ത് ചെയ്യുന്നു കൈമാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോ ഇനി നമുക്ക് അതിൽ ചർച്ച ചെയ്യാനുള്ളത് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ആർക്കൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ താല്പര്യമുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങളത് കാണുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് ഇടുക. എന്നിട്ട് നമുക്ക് തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ എന്നിട്ട് മനസ്സിലാക്കുക. പിന്നെ ഞാൻ ആദ്യം പറയുന്നു, ഈ അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് തിയറി പാർട്ട് കഴിഞ്ഞിട്ട്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ തിയറികളല്ല, പ്രോബ്ലങ്ങളാണ്. ആ പ്രോബ്ലത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷെ ആ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട ഒരു ബേസ് ആണ് ഇതെന്ന് പറയുന്നത്, ഈ തിയറി. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധയോടുകൂടി കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഓക്കെ താങ്ക് യു.